ഓണായിട്ട് ഓണായിട്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട് പോവാണ്. പൂവ് നമ്മൾ എവിടെ നിന്ന് പറിക്കും? ഞങ്ങളുടെ വീട്ടിൽ കുറേ പൂവുണ്ട് കേട്ടോ. ഞങ്ങളുടെ അതേ ആസ്പിൻ കുട്ടൻ വരുന്നുണ്ട്. ആസ്പിന് ഞങ്ങളുടെ കൂടെ പൂക്കളിടാൻ വേണ്ടിയിട്ട് വരുന്നതാട്ടാ. അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആസ്പിൻ കുട്ടനുണ്ട് കേട്ടോ പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നാൽ പൂവ് എവിടെ നിന്ന് പറിക്കാം? നമ്മൾ എവിടെ നിന്ന് പറിക്കുമെന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ അത്രയ്ക്കധികം പൂക്കളുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്, കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂക്കളൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇല്ലില്ല, അതിന് തൊട്ടിയിലൊന്നും ഇരുത്തണ്ട. അവനിഷ്ടം തൊട്ടിയിലിരുത്തണേ. അവന് ശരിക്കും ഇവർ എടുക്കുമ്പോൾ പേടിയാ. കാരണം അതിനെന്തൊക്കെയാണ് അവർ ചെയ്യാന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് തന്നെ അവനിവർ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഓടിപ്പോവും. എന്നാൽ ശരി, പൂക്കൾ പറിക്കി. ഈ മതി, അതിനെ കൊട്ടയിൽ നിന്നിട്ടിട്ട് മൂടല്ലേ. പാവം, ഞാൻ വഴിക്ക് വരില്ലേ. ഓക്കെ, ഇനി പൂ പറിക്കി. ഏത് തോട്ടത്തിൽ നിന്ന് പൂ പറിക്കണം? ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ തോട്ടമുണ്ട്, പിന്നെ ഇവിടെ തോട്ടമുണ്ട്, പിന്നെ ഇവിടെ തോട്ടമുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇതാ അവിടെ വലിയൊരു തോട്ടമുണ്ട്. അല്ല, ആസ്പിൻ പറയൂ അത്ര എവിടെ നിന്നാണ് പറിക്കട്ടെ. ചില സമയത്ത് നല്ല വെയിൽ വരുന്നുണ്ട്. ആരും എൻ്റെ ഉള്ളിൽ ആസ്പിനറിയാം. നമ്മൾ ഓണത്തിന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് പൂന്തോട്ടത്തിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ. കാജൽ അതിൻ്റെ ഉള്ള അതെ, വാടി വീടാറായേക്കണ പൂക്കളൊക്കെ പറിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് പൂക്കളം പറിക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. കാരണം കാണുമ്പോൾ നല്ല ഭംഗിയല്ല. പിന്നെ നമ്മൾ ഓണമൊക്കെ ആയിട്ട് നമ്മൾ പൂ പറിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വിഷമമാണല്ലോ. അലീന അവിടെ എന്തെടുക്കണേ? പൂ പറിക്കി. വലിയൊരു പൂ കിട്ടിയത്രേ. വലിയ പൂ കിട്ടിയതാണ് നമ്മുടെ ആസ്പിൻ കുട്ടനെ. അവനെ താഴെ വയ്ക്കി, നമുക്ക് പൂ പറിക്കാം. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇനി മതി, അവൻ താഴെ വെച്ചരി. അവന് ഇഷ്ടാവും. നീ പറക്കി, പൂ പറക്കി. ഇനി അധികം പറിക്കണ്ട, കുറച്ചുകൂടി പറിച്ചാൽ മതി. വൈറ്റ് ഫ്ലവർ നമുക്ക് മറ്റോടത്ത് നിന്ന് എടുക്കാം. അവിടെ കുറേ ഉണ്ട്. അവിടെ നിന്ന് എടുത്തോ. അത് വെന്തിപ്പൂവ്. അതും എടുത്തോ. ഇത് നമ്മുടെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. ചെമ്പരത്തി കൂടുതലെടുത്തോ. ചെമ്പരത്തി കാരണം ആയുസ് കുറവാ. കുറച്ച് പറിച്ചാൽ മതി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വന്ന് പറിക്കാം. നീ പൂവൊന്നും പറിച്ചില്ലല്ലോ അലീന. നമുക്ക് എല്ലാ തോട്ടത്തിൽ നിന്ന് കുറേശ്ശെ പറിക്കാം. ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം. നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ വന്നിരിക്കണ നോക്കിക്കേ. കുറേ ബട്ടർഫ്ലൈ പറക്കുന്നുണ്ട് മോളെ ഇവിടെ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്ക്. പറഞ്ഞുപോയി. നല്ല രസമുണ്ട് കളറുകള്. Don't forget we need green. Why did you go to the middle of everything?
We picked those, did we not, Lena? Let's put a butterfly in it. കുറേ ബട്ടർഫ്ലൈ ഉണ്ട്. No. ഇനി മോളെ നമുക്ക് ബാക്കിൽ നിന്ന് പറിക്കാം. ഇനി ഈ തോട്ടത്തിൻ്റെ നോക്കി കയറ്റത്തുണ്ട്, ആ മെർട്ടയിലിൻ്റെ അവിടെ ഉണ്ട് കുറേ. Yeah, I picked some over there. അത് മതിയാ? നിനക്ക് എത്ര മതിയാ പൂവ്? നീക്ക് കുറേ പൂവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, നീനയും കുറച്ച് പറിച്ചിട്ടുണ്ട്. Yours are so ugly. അത് മെരട്ടയിൽ കുറച്ചുകൂടി പറിച്ചോ മോളെ. Aspen. ചേട്ടൻ്റെ അടിയിൽ കുറേ പൂക്കളുണ്ട് കണ്ടോ? See? So nice. It's like surprise. ഉണ്ടോ? ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പീസാണ്. ഡാലിയ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത തോട്ടത്തിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പറിക്കുന്നുണ്ട്. അവൾ എൻ്റെ റോസിൻ്റെ അടുത്തേക്കാട്ടോ പോണത്. റോസ് പറിക്കണ്ട മോള്, അത് ഇട്ടാലും അത്ര പെട്ടെന്ന് വാടും. അത് നമുക്ക് വേറെ പൂക്കൾ ഒരെണ്ണം മുടിയിൽ വയ്ക്കുന്ന. ഒരു സൂപ്പറുണ്ട്, സൂപ്പറുണ്ട്. ഓണല്ലേ, ചവിട്ടിൽ വെക്കാണ്ടിരുന്നാൽ മതി. അവിടെ വെച്ചോ. അതാ ലീനയുടെ തലയില്ല, ലീനയുടെ സാരിക്ക് അത് ചേരണത്. പൂ പറിക്ക്. നീന വാ, നീന അവിടെ നിന്നിട്ട് ഇല പറിക്കാം. ആ കൊച്ചിന് മാത്രമേ എന്നോടൊരു സ്നേഹമുള്ളൂ, ചില പറിച്ച് എടുക്കണം. എന്നോട് സ്നേഹമുള്ള മോളാണ്. എൻ്റെ പൂവൊന്നും പറിക്കാണ്ട് ഇല പറിച്ചുകൊണ്ടിരിക്കുക. പൂ രണ്ടെണ്ണം പറിച്ചോ. അതൊരെണ്ണം പറിച്ചോ നോട്ടെ. അത് ഡാലിയ, നിനക്ക് ഡാലിയയുടെ പൂക്കളെ ഇഷ്ടം പൂക്കളുള്ളൂ. അത് രണ്ടും ഡാലിയ മോളെ. Thank you. Let me take mine. These pink ones are also mine. Take them. What did you do? Nothing. Take them. ഒന്ന് നോക്കി പറിക്കണം കേട്ടോ. അത് മമ്മി ഒരു മുളക്കോലുമയാണ് അതിനെ കെട്ടി വെച്ചേക്കുന്നത്. അയ്യോ, നിന്റെ സാരി ഇട്ടിട്ട് അവിടെ കിടക്കുമ്പോൾ അവിടെയൊക്കെ ചെടികളാ മോളെ. അതുമേന്ന് 2 പൂ പറിച്ചോ. അടിയിൽ നിന്ന് പറിക്കും മോളെ. അടിയിൽ നിൽക്കണ കൊലയമേന്ന്. നോക്കി പറിക്കാല്ലേ അതിൻ്റെ ഇത് അനങ്ങ. അതിന് കുറച്ച് ബലമുണ്ട്. നീ അലീന അവിടെ നിന്ന് പറിക്കണ്ട മോളൂ. ഓക്കെ. നീയാ അവരോടെ പറിക്കും ഇവിടെ. അതുമ്മ കുറേ പ്രാണികളുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ തേനുണ്ട്. അല്ലെങ്കിൽ നോക്കിയിട്ട് എടുക്ക്. പൂക്കളിടാൻ നമുക്ക് ഇനിയും തോട്ടങ്ങളുണ്ടല്ലോ. എല്ലായിടത്തും കുറേശ്ശെ പറിക്കുക, അല്ലെങ്കിൽ അവർക്കും വിഷമാവും. ഒന്നും കൂടി അറിയാം. നിൽക്കുക, അങ്ങോട്ട് അറിഞ്ഞിട്ടോ. നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ നമ്മളത് ആസ്പിൻകുട്ടിനും പൂവൊക്കെ പറിച്ച് ടയർഡായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. താനെ കയറി വന്നോട്ടോ. ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നേ. പൂക്കൾ നമ്മൾ മറ്റേ നമ്മുടെ ഡാലിയ തോട്ടത്തിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തത്. ഇനി നമുക്ക് ഇവിടുത്തെ തോട്ടത്തിൽ നിന്നൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. ഈ പൂ പറിച്ചാലോ? അവന് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് നോക്കിക്കേ. അയ്യോ, നമുക്ക് ആസ്പിൻ്റെ ചുറ്റും പൂക്കളം വയ്ക്കാമെന്ന്. ശരിക്കും ആസ്പിനെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനെ അറിയണ പോലെ നമുക്ക് എപ്പോഴും അവനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാം. ഇനി മതി കൊച്ചി, നേരെ നിൽക്ക്. അത് നല്ല ഡിസൈൻ. അത് നീയുടെ ഫേവറേറ്റ് ഏതാ? നമ്മുടെ 2 ഡാലിയ ഇഷ്ടം. അലീനയുടെ ഫേവറേറ്റ് പറയും. അലീനയുടെ ഫേവറേറ്റ് ചോദിച്ചില്ല. അതാണ് അലീനയുടെ ഫേവറേറ്റ്. കണ്ടല്ലോ, അതാണ് കൊച്ചു പോവാന്ന് വിചാരിച്ചിരിക്കുന്നത്. Look at this. Should I talk to Sheikh? Sweetheart. Well. പൂക്കളം. We're waiting for Papa. Papa's arranging നമ്മളാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ? Wrong answer. Yellow? Okay. Yellow or orange? Orange. Orange? Or purple. Purple. Purple or Which one, Papa? Pink or purple? Rosa poo? Yes. Mananda nokia? where's my ass? Okay, Papa, open your mouth and catch. Ready? I said open your mouth. Step എടുക്കണ്ട. അപ്പൊ തിരിഞ്ഞു നോക്കിയാ എന്തെങ്കിലും സാധനം കണ്ട്. Yeah. എന്നാൽ ശരി. പോൾസേട്ടന് ജോലി ഉണ്ടാവും. പോൾസേട്ടൻ ജോലിയിൽ നിന്ന് വന്നേട്ടോ. നമ്മളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പോൾസേട്ടൻ വന്നേട്ടോ. ഇവിടെ ഇരുന്നിട്ടായിരുന്നു നമ്മുടെ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തത്. ഇനി പൂക്കൾ പറിക്കാപ്പാ, ലേറ്റ് ആവും. അവർക്ക് ആസ്പിൻ ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. ആസ്പിനാണെന്ന് വെച്ചിട്ട് ഇവരുടെ അടുത്ത് നിന്ന് പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ തോട്ടത്തിൽ പൂക്കളൊക്കെ പറിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അവിടെ നമുക്ക് വേറെ തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവിടേക്ക് പോവാണ്. അപ്പോൾ എല്ലാ തോട്ടത്തിൽ നിന്നും Please don't get lean cuisine in it. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. യോടി അതൊക്കെ ചവിട്ടല്ലേ. ഓക്കെ ഓക്കെ. ആ പറിച്ചോ. അതാ കോഴിക്കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത്. 2 പേരുണ്ട്. അമ്മ കൂടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വലിയ വിഷമത്തിലാണ്. ഇനി മോളെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ പറിക്കാം. മോളെ സാരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കിടക്കല്ലേ. ഓക്കെ. അതായത് ഞങ്ങളുടെ 10 മണിക്ക് ഇവിടെ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 10 മണിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓക്കെ. ഒരു ഓണപ്പാട്ട് പാട്. അങ്ങനെയല്ല എൻ്റെ അലീന പാടുന്നത്. ശരിക്കും പാട്.
ഓണം വന്ന് ഓണം വന്ന് ഓണം വന്നേ പൂക്കളിടാൻ എല്ലാവരും വരുവി. ഓക്കെ, എല്ലാവരും വരുവീൻ. എല്ലാവരും വരുവീൻ. ഇനി പൂക്കളും ഇനി വേണ്ടി വരുമോ നമുക്ക്? വെന്തി പോവാ. വെന്തി ഈ പ്രാവശ്യം മമ്മി നട്ടില്ലാന്നേ. കഴിഞ്ഞ വർഷം നമുക്ക് മൊത്തം വെന്തിയായിരുന്നു മോളെ. അത് തന്നെ കണ്ടമാനം വെന്തി കയറി വന്നു. അത് തന്നെ മമ്മി വെന്തിനെ ഈ പ്രാവശ്യം ഞാൻ നട്ടില്ല. എല്ലാ വർഷം എല്ലാ വർഷം ഉണ്ടായി വരില്ല. അതായത് വിത്ത് എവിടെയോ കിടന്നിട്ട് അങ്ങനെ ഉണ്ടായി വന്നതാ. പെരുണിയല്ല അങ്ങനെ ഉണ്ടാവില്ല. വിത്ത് കിടന്നിട്ടുണ്ടായി അങ്ങനെ വന്നത്. പക്ഷേ ഈ വർഷം മമ്മി അത് തന്നെ മൊത്തം. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ മഞ്ഞപ്പൂ ആണ് കേട്ടോ. നീക്ക് ഇഷ്ടമായി മഞ്ഞപ്പൂ. പക്ഷെ നീക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് പറഞ്ഞത് ഡാലിയാണ്. ഡാലി ഏത്? അത് മോക്ക് ഇഷ്ടമായേ? അത് മോളിൽ കണ്ടു. ഓക്കെ, സൂസു എന്നിട്ടെടുക്കണ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓണസദ്യ അവിടെ വരെയൊക്കെ ആയി. ഇനി പായസം ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ള പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. നീയാ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം നമുക്ക്. വേഗം ആവട്ടെ, അലീന കളിച്ചിട്ടിക്കില്ലേ. റെക്കോർഡിങ്. അപ്പോൾ നമ്മുടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം നമ്മളെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുമേട്ടാ നമ്മൾ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കി, പക്ഷേ ഈ സമയമായതുകൊണ്ട് അവിടെ ഭയങ്കര വെയിലാണ്. അവിടെ നിന്നിട്ട് നമുക്ക് എവിടെ പോയി നിന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു ഐഡിയ ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വലിയൊരു പാത്രത്തിൻ്റെ മൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂക്കളം ഇടാനുള്ള പരിപാടികളൊക്കെ അവർക്ക് ഒരു ഐഡിയയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ കാറ്റ് വീശുന്നുണ്ട് ചില നേരത്ത്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. കാറ്റത്ത് വലിയൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ പൂവും കൊണ്ട് പോകും. നിങ്ങൾ പൂ പറിച്ചു തന്ന അവന് ഇഷ്ടമായിട്ടില്ലേ? അവനൊന്നും ഇഷ്ടമാറില്ല. അവൻ്റെ ടേസ്റ്റ് അല്ല നമുക്ക്, അതാണ് പ്രശ്നം. ഇതാ വരുന്നുണ്ട് അവനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നീയാ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയേ, ഒരു മാക്കാൻ വന്ന് നിൽക്കണു. നശിപ്പിൻ. എന്തായി പൂക്കളം? എന്തായി പൂക്കളം? കാറ്റ് വരുമ്പോൾ പറന്നു കൊണ്ട് നോക്കിക്കോട്ടോ. ഓക്കെ ഓക്കെ, സമയം എടുത്തോ. നേരെ ഇരുട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരമുണ്ട്.
ആ നിങ്ങൾ പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയാ? വീഡിയോയിൽ നോക്കിയപ്പോൾ പൂക്കളിട്ടത് കണ്ടത്. ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ അല്ലി വിടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴിനെ അയച്ചിടാൻ വേണ്ടിയിട്ട് വന്നില്ലേ. ആ അപ്പം എന്തായിരുന്നാലും ഇനി പൂക്കൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാം നമുക്ക്. ഈ പ്രാവശ്യം സൂപ്പറാക്കുന്നല്ലേ പറയണേ. അപ്പോൾ അതവിടെ നമ്മുടെ പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ചെറിയ ചെറിയ അല്ലികളൊക്കെ തിരിച്ച് തിരിച്ച് വയ്ക്കണുണ്ട് കേട്ടോ. ആ നീനയുടെ ഇലയൊക്കെ വെച്ചല്ലോ. അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. കൊച്ചിന് മാത്രം അമ്മേനോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ഒറ്റ പൂവാ കൊച്ചു പറിച്ചില്ല. ഇതിപ്പോൾ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോവാം. ടേബിളുമ്പോൾ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യാം. എന്തായാലും പൂവുകളിങ്ങനെ പല കളറുകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അല്ലിയാക്കിയിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. എന്ത് രസം അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭംഗിയിലല്ലേ ദൈവം നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കണം. എന്താന്നോടി പറഞ്ഞു പറയ്. പാട്ട് പഠിച്ചാ ഓണത്തിന്റെ? എന്തെങ്കിലും ഒരു പാട്ട് പാട്. ചെമ്പരത്തിയുടെ കളർ നല്ല രസമുണ്ടല്ലേ. മേരിഗോൾഡ് അല്ല അമ്മ ചെമ്പരത്തി വന്നത്. ആ പർപ്പിൾ പൂവേ ആ മോളുടെ കയ്യിലിരിക്കുന്നത്. കഴിഞ്ഞ നോ പാത്രത്തിന്റെ അടുപ്പ് കാണാൻ പാടില്ല. സോഫാറ് ഗുഡ് സൂപ്പർ. ഒന്നും കൂടി അത് ഫില്ല് ചെയ്യണോട്ടെ. നീ നമ്മുടെ വീട്ടിൽ വലിയൊരു വാഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ വർഷം നമുക്ക് കായക്കൊല ഉണ്ടാവും. കായക്കൊല ഉണ്ടാവും. ഉണ്ടാവുകയാണെങ്കിൽ നീ വരെ. നീന നോക്ക്. അലീന നോക്ക്. പൂക്കൾ കുറവുണ്ടെങ്കിൽ പറിക്കാട്ടാ. അല്ലെങ്കിൽ അവസാനം ഒരു പറയേ ഞാൻ അവർക്ക് പൂവൊന്നും കൊടുത്തില്ല എന്ന് പരാതി പറയും. പൂക്കളുണ്ടല്ലോ കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂ പറിക്കാട്ടെ നമുക്ക്. പറിച്ചിട്ട് അല്ല ആദ്യം ഇട്ടതൊക്കെ ഇട്ട് കഴിയണം. അല്ലെങ്കിൽ ഇവരെന്താ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഇരുന്നിട്ട് പറയേ ഞാൻ പൂവൊന്നും ഇടാൻ വേണ്ടി സമ്മതിച്ചില്ല എന്ന് പറയും. പൂ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിക്കാം.
പക്ഷെ പറിച്ചതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. നമ്മുടെ കോഴികൾ വരെ ചോദിക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. Guys, what is happening? Mommy. ഏത് കുഴപ്പമില്ല മോളെ, അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ എഡ്ജ് കാണില്ലേ? ഇത് നന്നായിണ്ട്. അവസാനം പല കളറാവട്ടെ. Okay. സൂപ്പറായിട്ടുണ്ട് ശരിക്കും. True. നമുക്ക് എല്ലാ കളർ. I see the vision. എല്ലാ കളറുകളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പൂവല്ലേ. കോഴി വരെ വർത്താനം പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. പൊക്കോ പൊക്കോ പൊക്കോ, പായസം വരുന്നതായിരിക്കും നിങ്ങക്ക്. അപ്പൊ അങ്ങനെ അതെ നമ്മുടെ പൂക്കളത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കളം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണോട്ടാ. Nina! I have to go. I'm gonna eat all of these when we're together. അയ്യാ, കറി ഉണ്ടാക്കാം, നമുക്ക് തോരൻ വയ്ക്കാതെ. Yeah. എന്നാ സീനിയ പൂത്തോരനാണ് ഇന്ന് ഇവിടെ എല്ലാവർക്കും കേട്ടാ. അത് എടുത്തു വെച്ചോ, കളയില്ലേ. കാറ്റ് വീശനുണ്ട് കേട്ടോ മക്കളെ. അപ്പൊ അങ്ങനെ നമ്മുടെ പൂക്കളം ഒരു ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി കുറച്ചധികം പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ മാറ്റി വെക്കാണ്, കാരണം നമ്മുടെ ചെറിയ പൂക്കളാട്ടാ. No, it's okay. How about you? ബാക്കിയുള്ളതൊക്കെ മാറ്റും മക്കളെ, സൈഡിലിരിക്കുന്നതൊക്കെ. Okay, mommy. Oh, look at all these. Where did those go? Yeah, where did... I think she made it worse. നമ്മുടെ ഓണത്തിൻ്റെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഈ പൂക്കളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ ഇതിനെ കൊണ്ടുപോകാം കേട്ടോ. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. പോർട്ടബിൾ ആണ് അത്ര. പോർട്ടബിൾ പൂക്കളം സ്പിന്നബിൾ ആൻഡ് പോർട്ടബിൾ. പൂക്കളൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ നീന ഇവിടെ ഇല്ല കേട്ടോ. നീന അകത്തേക്ക് പോയി. നീനയ്ക്ക് നാളെ കോളേജിലേക്ക് പോകണം. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറേയൊക്കെ പോയിട്ടോ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാൽ മതിയായിരുന്നു. പൂക്കളം കൊണ്ട് പോവാണോ നീയേ? ഓക്കെ, വെച്ചിട്ടുണ്ട് കേട്ടാ. പോൾസേട്ടാ, ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് എത്തി. പോൾസേട്ടൻ ജോലി കഴിഞ്ഞാ? നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഇനി. അത് കഴിഞ്ഞ് നമുക്ക് സദ്യ കഴിക്കാം. പോൾസേട്ടാ, ഞങ്ങൾ പൂക്കളൊക്കെ കഴിഞ്ഞ് എത്തി. പോൾസേട്ടൻ്റെ ജോലി കഴിഞ്ഞാ? പോൾസേട്ടൻ്റെ ജോലിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോൾസേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂക്കളം കണ്ടപ്പോൾ നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റി.